ഈ മനുഷ്യ മസ്തിഷ്കം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ തലച്ചോറ് യഥാർത്ഥത്തിൽ നമ്മുടെ 5 സെൻസറി ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കുള്ള പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് തലച്ചോറ് ഒരു നാഡീവ്യൂഹത്തിലൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 5 സാധനങ്ങളെയും മാറ്റിമറിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ 5 എണ്ണത്തിനെയും റീപ്ലേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ രജനീകാന്തിൻ്റെ യന്ത്രനെ ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴത്തെ റിസർച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പീച്ച് അല്ലെങ്കിൽ വിഷൻ എന്നീ വിഷയങ്ങളിൽ നമുക്ക് നല്ലവണ്ണം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സംസാര ഭാഷയിലും അതുപോലെ കാഴ്ചയിലും ഒരു പരിധിവരെ നല്ലവണ്ണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഒരു ഹൈപ്പിനും കൂടെ ഇട വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം മാറ്റിമറിക്കും എന്ന്. പക്ഷേ അതിലൊരു ചെറിയ സത്യമില്ലാതുമില്ല. ചില തരം ജോലികളിൽ, ചില തരം കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾക്ക് വലിയ തോതിൽ ഇടപെടാൻ പറ്റും. അപ്പോൾ അത് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാഥമിക ചരിത്രം എന്ന നിലയിൽ കരുതേണ്ടത്. ഇനി രണ്ടാമത്, ഞാൻ അധികം നീട്ടുന്നില്ല, ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ബൂം വരാനുള്ള കാരണം ഈ അടുത്ത കാലത്ത്, അതായത് 2017 ശേഷം ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറഞ്ഞ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു അൽഗോരിതം നമുക്ക് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനുഷ്യ മസ്തിഷ്കത്തെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറെ കൊണ്ട് സിമുലേറ്റ് ചെയ്യാവുന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അൽഗോരിതമാണ്. അപ്പോൾ അത് നമുക്ക് ലേമൻ എന്ന നിലയിൽ ഞാൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. എങ്കിലേ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് കിട്ടും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ നിങ്ങളോട് മാതൃഭൂമി ഫെസ്റ്റിവലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി അടുത്തതായി ഏത് വാക്ക് സംസാരിക്കും എന്നുള്ളത് എൻ്റെ തലച്ചോറിന് എന്താ അറിയാം. കാരണം കാരണം ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ തലച്ചോറിൽ എൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയും. ഞാൻ മാതൃഭൂമി ഫെസ്റ്റിവലിൽ ഒരു സെഷനിൽ, ആളുകൾ കേട്ടിരിക്കുന്ന ഒരു സെഷനിൽ മോഡറേറ്ററായിട്ടിരിക്കുകയാണ്. ഞാൻ AI വിഷയത്തെക്കുറിച്ച് ഈ 3 വ്യക്തികളുടെ കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇനി പറയേണ്ടത് എന്ത് എന്ന് എൻ്റെ തലച്ചോറ് എനിക്ക് നാവിലേക്ക് ഒരു സിഗ്നലായിട്ട് തരികയാണ്. അപ്പോൾ അങ്ങനെ അതിനെ നമ്മളൊരു കണ്ടക്സ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പം ഞാൻ ഈ കണ്ടക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ സംസാരിക്കുന്നത് എന്താണോ അത് ഈ പ്രത്യേക ഹാളിനുള്ളിൽ ഈ കണ്ടക്സ്റ്റിൽ ഒതുങ്ങി നിന്നാണ് സംസാരിക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ, ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ കണ്ടക്സ്റ്റിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇതേ കാര്യം തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് സംസാരിക്കുകയോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വേറൊരു ഭാഷയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽ ഇപ്പോഴുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മോഡലുകൾ ഈ കണ്ടക്സ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു പദം ഉപയോഗിക്കുമ്പോൾ അതിന് ചുറ്റും എന്തൊക്കെയാണ് വരുന്നത്, അങ്ങോട്ട് എന്താണ്, ബാക്കിലേക്ക് എന്താണ്, ആ സാഹചര്യങ്ങൾ എന്താണെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന തരം അൽഗോരിതങ്ങളാണ് ഇപ്പോൾ നിലവിൽ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവർ 2 ലിമിറ്റേഷൻസ് ആയിരുന്നു മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. ഇത്തരം അൽഗോരിതങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് കുറച്ച് കാലമായിട്ട് ആൾക്കറിയാം. 2 ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നത്, ഒന്ന്, ഇത്തരം ആർട്ടിഫിഷ്യൽ സിസ്റ്റങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് വലിയ തോതിൽ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് ഇൻ്റർനെറ്റിൻ്റെ പ്രൊലിഫറേഷനോടുകൂടി എല്ലാ തരം ഡേറ്റയും നമുക്ക് ലഭ്യമായ ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. രണ്ടാമത്, വലിയ തോതിൽ കമ്പ്യൂട്ടേഷണൽ പവർ നമുക്ക് ആവശ്യമുണ്ട്. കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പവറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 20 വർഷം കൊണ്ട് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഒരു 20 വർഷം മുമ്പൊക്കെയുള്ള മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് പവറിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ ഡേറ്റയുടെ അവൈലബിലിറ്റിയും ചേർന്നിട്ട് നമ്മൾ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിലും വിഷനിലും കുറച്ചധികം നല്ലവണ്ണം പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറുകൾക്ക് നിങ്ങൾക്കൊരു കണ്ടക്സ്റ്റ് കൊടുത്താൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഷേക്സ്പിയറിൻ്റെ പോലെ ഒരു കവിത എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ആ കണ്ടക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കവിത അല്ലെങ്കിൽ കവിതാശാഖകൾ എഴുതിത്തരാൻ പറ്റും. അപ്പോൾ അത് പ്യുവറായിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അത് യാന്ത്രികമായി ഇനി വരുന്ന വാക്ക് ഏതായിരിക്കണം എന്നൊരു പ്രോബബിലിറ്റി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഒരു സാഹിത്യകാരൻ എഴുതുന്ന പോലെ ഭാവനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ ഒരു സാഹിത്യകാരൻ്റെ തന്നെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ്റെ ഭാവന എന്ന് പറയുന്നത് അവൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് കൂടി തന്നെയാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്
അവന് ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അവൻ അനുഭവിച്ചിട്ടുള്ള ടേസ്റ്റുകൾ, അവൻ സ്മെല്ല് ചെയ്തിട്ടുള്ള മണങ്ങൾ, ഇങ്ങനെ നിരവധി സാധനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സാഹിത്യകാരൻ്റെ ഭാവന ഉണർന്നു വരുന്നത്. അപ്പോൾ അതേസമയം കമ്പ്യൂട്ടറുകൾ അത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ടെക്സ്റ്റിനെ മാത്രം അല്ലെങ്കിൽ പടങ്ങളെ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ കമ്പ്യൂട്ടറിൽ എഴുതുന്ന കവിതയും കമ്പ്യൂട്ടറിൽ എഴുതുന്ന പടങ്ങളും എല്ലാം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കേക്ക് പോലെയാണ്. ഫാക്ടറിയിൽ നമുക്കിപ്പം എലൈറ്റിൻ്റെയൊക്കെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കേക്ക് എല്ലാം ഒരേ ടേസ്റ്റും ഒരേപോലെയുള്ള ആയിരക്കണക്കിന് എണ്ണത്തിനെ പടച്ചുവിടാൻ പറ്റും. അതേസമയം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മളുടെ സ്വന്തം റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് യാന്ത്രികമായി എഴുതുന്ന കവിത പോലെ തന്നെ ഇരിക്കും, പക്ഷേ അത് സർഗാത്മകമായ ഒരു കാര്യമാകും എന്ന് ഉടനെങ്ങും സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഈ അടുത്ത ഇടയിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വിചിത്രമായൊരു ആവശ്യമായി വന്നു. അദ്ദേഹം ഒരു കവിതാ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു കവിതാ മത്സരമായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ഒരു 50ഓളം കവിതകൾ കിട്ടി. അപ്പോൾ മൂപ്പർക്ക് ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ChatGPT എഴുതിയതാണോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എഴുതിയതാണോ എന്നുള്ള ഭയങ്കരമായ സംശയം. കാരണം അതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ, അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രയോഗങ്ങളൊക്കെയാണ് സാധാരണ മനുഷ്യർ അവരുടെ എംപ്ലോയീസ് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രയോഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള കവിതകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ കവിതകൾ നോക്കിയപ്പം പലതും നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിലൊക്കെ വരുന്ന പോലത്തെ കവിതകൾ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മൾ ഇനി പരിശീലിക്കേണ്ടത് ഇങ്ങനെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങളും വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളും നമ്മൾ തിരിച്ചറിയാനുള്ളൊരു കഴിവ് വായനക്കാർ ആർജിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.